ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജീവിതത്തിലും സിനിമയിലും തിരിച്ചറിയൽ പതറിയില്ല. മഞ്ജു വാര്യർക്ക് ഇപ്പോൾ 30 വയസ്സ്. മഞ്ജു വാര്യർ എന്ന വാക്കിന് സ്നോ, പ്ലസന്റ്, ബ്യൂട്ടിഫുൾ, എ ലവ്ലി പേഴ്സൺ വിത്ത് ബ്യൂട്ടിഫുൾ സ്മൈൽ എന്നൊക്കെ നിഘണ്ടുവിൽ പറയുന്ന അർത്ഥം. ആ പദം കണ്ടുപിടിച്ചത് പോലും മഞ്ജു വാര്യരെ കണ്ടാണോ എന്ന് സംശയം തോന്നും. അവരുടെ മാനരസം കാണുമ്പോൾ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ പുഞ്ചിരി മലയാളി കൂടെയിട്ട് 3 ദശകങ്ങൾ പൂർത്തിയാക്കി. ഇടയ്ക്ക് മൗനത്തിൽ വാഗ്മിയിലേക്ക് ഉൾവലിഞ്ഞ് 14 വർഷങ്ങൾ. വീണ്ടും 2014 അഭിനയ മേഖലയിലേക്ക് പുനഃപ്രവേശനം. ആ രണ്ടാം വരവ് സംഭവിച്ചിട്ട് ഇപ്പോഴും കൃത്യം 10 വർഷം. ആദ്യ വരവിലും രണ്ടാം വരവിലും പ്രേക്ഷകർ ആരവത്തോടെ അതിലേറെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച ഈ അഭിനേത്രി ഒരു കാലത്തും നിരാകരിക്കപ്പെട്ടിട്ടില്ല എന്നത് ചരിത്രം മാത്രം. തീർത്തും മോശമായ ചില സിനിമകൾ പരാജയപ്പെട്ടിരിക്കാം. പക്ഷേ അതിലും മഞ്ജു വാര്യർ നന്നായിരുന്നു എന്ന് ആളുകൾ പറയുന്നത്. സ്നേഹവാത്സല്യം അല്ലാതെ, സമാനതകളില്ലാതെ, കരുതലോടെ അല്ലാതെ മഞ്ജുവിനെക്കുറിച്ച് കാണികൾ സംസാരിക്കുന്ന ഒരാൾക്കും കേൾക്കാനേ പറ്റില്ല. കറിയിലോ ജീവിതത്തിലോ മറിച്ച് ഒരവസരം അവർ സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് സത്യം. 2014 ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ തിരിച്ചെത്തിയ മഞ്ജുവിനോട് അന്നും ഇന്നും ആരും ചോദിച്ചിട്ടില്ല ഹൗ ഓൾഡ് ആർ യു എന്ന്. ഇന്ന് 45-ാം വയസ്സിലും കാലത്തെയും പ്രായത്തെയും പിന്നോട്ട് നടത്തുന്ന ആ മാജിക്കിന് മഞ്ജുവിന് എന്ന സ്വന്തം. ഇന്നും കോളേജ് വിദ്യാർത്ഥിയുടെ കഥാപാത്രത്തിന് ഇണങ്ങുന്ന ശരീരഭാഷയും ശാരീരിക പ്രകൃതിയും സൂക്ഷിക്കുന്ന മഞ്ജുവിൻ്റെ പുഞ്ചിരി നിത്യഹരിതവുമാണ്. വ്യക്തിജീവിതം നൽകിയ ഒരുപാട് തിരിച്ചടികളെ സ്ഫുടിതം ചെയ്ത് എടുത്താണ് ആ പുഞ്ചിരി. ഔചാരികമായ ദാമ്പത്യ ചകർച്ച, മകൾ സ്വീകരിച്ച വിചിത്രമായ നിലപാട്, എങ്ങും കൈത്താങ്ങായിരുന്ന അച്ഛൻ്റെ മരണം, അമ്മയുടെ രോഗാവസ്ഥ, ഇത്രയൊക്കെ നേരിടാൻ തക്ക മനക്കരുത്തുള്ള ഒരാളാണ് മഞ്ജു വാര്യർ എന്ന സംശയത്തിന് സമീപകാലത്ത് സംവിധായകൻ കമൽ നൽകിയ മറുപടി രസകരമായിരുന്നു. പലരും കരുതുന്നു മഞ്ജു ഒരു അയൺ ലേഡി ആണെന്ന്. എന്നാൽ ഞാനറിയുന്ന മഞ്ജു ഒരു പാവമാണ്. വലിയ പ്രതിസന്ധികളെയും വെല്ലുവിളിയെയും നേരിടാൻ കരുത്തില്ലാതെ പെട്ടെന്ന് വേദനിക്കുന്ന മനസ്സുള്ള ഒരു മഞ്ജു. അതിൻ്റെ നിജസ്ഥിതി എന്തായാലും വേദനകളെ പുഞ്ചിരിയെ കവചമായി കൊണ്ട് മറയ്ക്കാനുള്ള മഞ്ജുവിനുള്ള കഴിവ് പ്രസിദ്ധമാണ്.